വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. 2011 രാജ്യം പത്മഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചു. 2017 സ്വദേശാഭിമാനി പുരസ്കാരവും ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുകയാണ്. പ്രദീപ് പിള്ള, ഇന്ത്യൻ മാധ്യമരംഗത്തെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന TJS ജോർജിന്റെ അന്ത്യം ഉണ്ടായിരിക്കുകയാണ്. ബംഗളൂരുവിലാണ് മരണം. വിവരങ്ങൾ. നീലിമ, അക്ഷരം തെറ്റാതെ മാധ്യമ രംഗത്തെ കുലപതി എന്ന് വിളിക്കാവുന്ന TJS ജോർജ് ആണ് വിടവാങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ തുമ്പമണ്ണിൽ ജനിച്ച തയ്യിൽ ജേക്കബ് സോണി ജോർജ് പിന്നെ TJS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെട്ടു. നീലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കുലപതി എന്നുള്ള വാക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനിലൂടെ നേടിയെടുത്തതാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ആഗോള മാധ്യമ പ്രവർത്തകനായിരുന്നു TJS ജോർജ്. കാര്യം മുംബൈയിലെ ഫ്രീ പ്രസ് ജേർണലിൽ ജോലി തുടങ്ങിയ അദ്ദേഹത്തിന്റെ കരിയർ, അദ്ദേഹത്തിന്റെ ഈ പത്രപ്രവർത്തന ജീവിതം പിന്നെ രാജ്യാന്തര തലത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയി, അവിടെ നിന്ന് ദ സെർച്ച് ലൈറ്റ് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ, ഇവിടെ പല വിദഗ്ധരും ഒരു കാലഘട്ടത്തിൽ ആശ്രയിച്ചിരുന്ന ഒരു മാസികയാണിത്, ഫാർ ഈസ്റ്റേൺ ഇക്കണോമിക് റിവ്യൂ എന്നുള്ളത്. ഏഷ്യ വീക്ക് എന്നുള്ള അക്കാലത്ത് പ്രശസ്തമായ മാസികയുടെ, ഏഷ്യ വീക്കിന്റെ സ്ഥാപക പത്രാധിപരാണ് TJS ജോർജ്. കൂടുതൽ കേരളത്തിലെ വായനക്കാർ, കേരളത്തിലെ പ്രേക്ഷകർ അദ്ദേഹത്തെ അറിയുക ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റോറിയൽ അഡ്വൈസർ ആയിരുന്നു അദ്ദേഹം. 25 വർഷം പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ കൈകാര്യം ചെയ്തു. ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയുന്നത് അനീതിക്കെതിരെ, സാമൂഹിക അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളായിരുന്നു. 2 മുഖം നോക്കാതെ അഭിപ്രായം പറയുക, വളരെ ശക്തമായ ഭാഷ. തൂലിക പടവാൾ എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞാൽ പോരാ, അക്ഷരാർത്ഥത്തിൽ തൂലിക പടവാൾ തന്നെയായിരുന്നു. ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന്റെ പേനയുടെ, അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ, അദ്ദേഹത്തിന്റെ വരികളുടെ ചൂടറിഞ്ഞവരാണ്. ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ ഒരു സ്വാധീനത്തിലും വഴങ്ങിയിരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സമീപകാലത്ത് കേരളത്തിൽ ഏറെ വിവാദമായി അദ്ദേഹത്തിന്റെ ഒരു കോളം ഉണ്ടായിരുന്നു. 2016 എന്ന് എന്റെ ഓർമ്മ. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹം ഒരു കോളം ശ്രീ പിണറായി വിജയനെ ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദത്തിനും അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ ആക്രമണത്തിനും വഴിവെച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ 2016 മുതൽ 21 വരെയുള്ള പ്രവർത്തന ശൈലിയിലാണോ അതല്ലെങ്കിൽ തുടക്കകാലത്തെ പ്രവർത്തന ശൈലിയെ കുറിച്ചാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ ശൈലിയെ വിമർശിച്ചുകൊണ്ടാണ്, പ്രവർത്തന ശൈലിയെ വിമർശിച്ചുകൊണ്ടാണ്, സർക്കാരിന്റെ പോക്ക് വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ദ ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചീഫ് മിനിസ്റ്റർ എന്നുള്ള പ്രയോഗം നടത്തിയത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് 25 വർഷം ഒരു കോളം കൈകാര്യം ചെയ്യുക എന്നുള്ളത് 2022 അനാരോഗ്യം മൂലം നിർത്തുന്നത് വരെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, അദ്ദേഹം ഒരു ചൈന വിദഗ്ധനായിരുന്നു. അത് എന്നെങ്കിലും ഒരിക്കൽ ചൈനയിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ടിട്ട് അല്ല. അദ്ദേഹം 2008 അവിടെ ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ സന്ദർശിക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് ആ ചൈനയുടെ, പുതിയ ചൈനയുടെ അവസ്ഥയെക്കുറിച്ച് പരമ്പരയായി അദ്ദേഹം അവിടെ നിന്ന് ലേഖനങ്ങൾ എഴുതിയിരുന്നു. എന്തായാലും ഫ്രീ പ്രസ് ജേർണല് മുതൽ മാധ്യമ രംഗത്തെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലേക്കുള്ളൊരു വളർച്ചയൊക്കെ വളരെ ശ്രദ്ധേയമായി. ഇതിനിടയിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം, രാജ്യദ്രോഹം ചുമത്തപ്പെട്ട ഭാരതത്തിലെ ആദ്യ എഡിറ്റർ കൂടിയായിരുന്നു. ബീഹാർ സർക്കാർ അദ്ദേഹത്തിനെതിരെ ഈ ചാർജ് ചുമത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാനായി അവിടെ പറന്നിറങ്ങിയത് സാക്ഷാൽ VK കൃഷ്ണമേനോൻ ആയിരുന്നു. നീലിമ, അങ്ങനെ മാധ്യമ കുലപതി TJS ജോർജ് അന്തരിച്ചിരിക്കുകയാണ്. അന്ത്യം ബംഗളൂരുവിലാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടാണ് ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള പങ്കുവച്ചത്.